ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എണീറ്റു ഗൈസ്. ഇപ്പം ടൈം ഓൾമോസ്റ്റ് 8 മണി ആവാറായിട്ടുണ്ട്. 8 മണി എന്ന് പറയുന്നത് അത്ര രാവിലെ അല്ല എന്ന് എനിക്കറിയാം, എന്നാലും എന്നെ സംബന്ധിച്ച് രാവിലെയാണ്. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു 1-2 മാസത്തോളം ആയിട്ട് ഞാനിപ്പോൾ രാവിലെ എണീക്കുമ്പം രാവിലെ അല്ല, ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. കാരണം ഞാൻ രാത്രി കിടക്കുമ്പോൾ നല്ല ലേറ്റായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട്. അത് ശീലമായിപ്പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എഡിറ്റിങ്ങും പരിപാടി, വ്ളോഗ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടൊക്കെ കിടക്കുമ്പോൾ നല്ല ലേറ്റ് ആവും. സോ 5 മണിക്ക് രാവിലെ 5 മണിക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ പിന്നെ കിടന്നുറങ്ങിയിട്ട് എനിക്കിപ്പോൾ പിന്നെ 1 മണി 2 മണിയൊക്കെ ആവും. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര ഓക്കെ അല്ല എനിക്ക് തോന്നി. കാരണം പണ്ടെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് പോകുന്നു, രാവിലെ 6 മണിക്ക് എണീച്ച് ജിമ്മിന് പോകുന്നു. 6 മണിയാകുമ്പോൾ ജിമ്മിലെത്തും, പിന്നെ വന്നിട്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നു, ഉച്ചക്കത്തെ രാവിലത്തെ ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കും മോശമായി തുടങ്ങി. അപ്പം അതൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പഴയവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം ഇന്ന് തൊട്ട് ഞാൻ അങ്ങനെ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാം. രാവിലെ എണീറ്റ് ഇനിയിപ്പോൾ രാത്രി എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും രാവിലെ എണീക്കാനൊരു പ്ലാനാണ്. രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്ത് ഫുഡും കഴിച്ച് പിന്നെ കിടന്നാലും കുഴപ്പമില്ലെന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് തൊട്ട് ഒരു വർക്കൗട്ട് നമ്മൾ കറക്റ്റ് അങ്ങനത്തെ റൊട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങുവാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ തന്നെ ഡമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ജിമ്മിലോട്ട് പോയാലും ബോഡിക്ക് നല്ല ഇതായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് സെറ്റായിട്ട് ജിമ്മിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിപ്പം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വർക്കൗട്ടിന് തുടങ്ങാം. ഓക്കെ, ഉപയോഗിക്കാതിരുന്നെല്ലാം ചിലന്തുപോലെ വിളിച്ചിരിക്കുവാണ് ഗൈസ്, തുരുമ്പായി. നമുക്കപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കാം. ഇതൊക്കെ എനിക്ക് ഇനി ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ഊരാനും പറ്റൂല, കാരണം ഇത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചേക്കും, ഇവിടുത്തെ പിരിവ് ആയതുകൊണ്ട്. സോ ട്രൈ ചെയ്യാം ഗൈസ്. നമുക്കപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കാം. സത്യം പറഞ്ഞാൽ മടിയാണ് ഗൈസ്. ഈ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ എനിക്കൊരു മോട്ടിവേഷൻ ഇതാണ്. കാരണം ഒരു ഒന്നാമത്തെ കാര്യം കോണ്ടൻറ്റാണ്. പിന്നെ നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇരിക്കാൻ തുടങ്ങി കുറേ നാളായി. മെയിൻ കാര്യം വ്ളോഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. നല്ല മടിയുണ്ട്, കാരണം കുറേ നാളായി ഗൈസ്, പറയുന്ന പോലെയല്ല, കുറേ നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. സോ കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ നമ്മൾ സെറ്റാക്കും ഗൈസ്. നമ്മൾ മൈൻഡ് സെറ്റാക്കിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഇപ്പോൾ അറിയത്തില്ല. ഫസ്റ്റ് നമുക്ക് വാമപ്പ് ചെയ്യാം, പുഷപ്പും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ട് വാമപ്പ് ചെയ്യാം, എന്നിട്ട് വർക്കൗട്ടിലോട്ട് കയറാം. നല്ല പെയിനായിരിക്കും ഗൈസ്, കാരണം കുറേ നാൾ ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് മസിലിനൊരു കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും 2 ദിവസം കൈ പൊങ്ങത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് നാളെ ആണെങ്കിൽ തിരുനെൽവേലിയിൽ പോകണം, മുച്ചിലോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. സോ നമുക്ക് ഒരുപാട് ചെയ്ത് അങ്ങനെ കിടക്കാനും പറ്റില്ല, ബെഡ് റെസ്റ്റ് എടുക്കാനും പറ്റില്ല. സോ നമുക്ക് പറ്റുന്നത്രയും സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, വാമപ്പും പരിപാടിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് പുഷപ്പ് എടുത്ത് നോക്കാം. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 50-55 പുഷപ്പ് അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡി വീക്കായിട്ടില്ല, സെറ്റാണെന്ന്. അത്രയും പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം ഞാനിപ്പോൾ വർക്കൗട്ട് നിർത്തിയിട്ട് ജിമ്മിൽ പോക്ക് നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയറിന് മണ്ടയ്ക്കാവുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ വർക്കൗട്ടിൻ്റെ ജസ്റ്റ് ഒന്ന് നോർമൽ എക്സസൈസ് പോലും ചെയ്തിട്ടില്ല. നമുക്ക് പറ്റുമെന്ന് ഡൗട്ടാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 50 നമുക്ക് അടിക്കാൻ പറ്റുവാണെങ്കിൽ സന്തോഷം. ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമുക്കപ്പം പുഷപ്പ് എടുക്കാം. ഗൈസ്, നമ്മൾ മാക്സിമം 30 പുഷപ്പ് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമ്മളത് സംസാരിക്കാൻ വയ്യ. കുഴപ്പമില്ല, നമ്മൾ 30 അടിക്കുമെന്ന് വിചാരിച്ചല്ല. നമുക്ക് ബെറ്റർ ആക്കണം ഗൈസ്. കാരണം 50 എന്നുള്ളത് ഞാൻ 100 ആക്കും ഗൈസ്.
ഇച്ചിരി കൂടുതലാണെന്നറിയാം, പക്ഷെ ട്രൈ മൈ ബെസ്റ്റ്. നമുക്കപ്പോൾ ഇന്ന് തൊട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കണം. പഴയ ഒരു സ്ട്രെങ്തിലോട്ട് ബോഡി എത്തിക്കണം, പഴയതിനേക്കാളും അടിപൊളിയാക്കണം. സംസാരിച്ചിരിക്കുന്ന സമയമില്ല, വർക്കൗട്ടിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ കുറേ നാൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇത്രയും പോലും എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇത് ഓൾമോസ്റ്റ് 3, 5, 10, 20 കിലോയോളം ഉണ്ട്. ഒരു കയ്യിൽ 10 കിലോ ആണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു വിചാരിച്ചത്ര ബുദ്ധിമുട്ടില്ല ഗൈസ്, നമുക്ക് പറ്റും അന്നേരം. അയ്യോ അയ്യോ, ഇത് ചെയ്തതിൻ്റെ ഒരു ക്ഷീണമാണ്. പക്ഷെ ഇത് കുഴപ്പമില്ല ഗൈസ്, നമ്മളെ കൂടെ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വർക്കൗട്ട് ചെയ്തിട്ട്, ഹോം വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച കൂടി ജിമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പുറത്തെ ചേച്ചി നമ്മളെ നോക്കുന്നു ഗൈസ്. ചേച്ചി പോയി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഗൈസ്, പിന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡമ്പൽ വെച്ചിട്ടുള്ള വർക്കൗട്ട് ഫസ്റ്റ് ടൈം നമ്മൾ തന്നെ ചെയ്യാൻ നിൽക്കാതെ ഓവർ വെയിറ്റ് കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഇൻസ്ട്രക്ഷനോടെ മാത്രം ചെയ്യുക. ഞാനിപ്പം 3-5 വർഷത്തോളം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാർ ആദ്യമായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും യൂട്യൂബിൽ നോക്കാനും ഞാൻ പറയില്ല. കാരണം അതിലും ബെറ്റർ ഏതെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് അവിടുത്തെ ട്രെയിനറിൻ്റെ ഇൻസ്ട്രക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ യൂട്യൂബിൽ കണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഡമ്പൽ വെച്ചുള്ള ഹെവി വർക്കൗട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഹെവി എടുത്തിട്ട് നമ്മുടെ ബോഡി പ്രശ്നമൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഗൈസ്, നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോയപ്പം വെള്ളം കൊണ്ട് മേളിപ്പോൾ മറന്നു. ഇപ്പോൾ വെള്ളം കുടിക്കാൻ വന്നതാണ്. ഉമ്മച്ചി ഓർക്കുക ഞാൻ എന്താ ഇന്ന് രാവിലെ എണീറ്റിപ്പോൾ അതുമില്ലാതെ അല്ലേ മാ? സംഭവം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും. അയ്യോമ്മ, ഉമ്മച്ചി പതിപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ഉമ്മച്ചി എന്തോ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചി ചപ്പാത്തി ഉണ്ടാക്കി കടയിൽ കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചി ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ അല്ലേ മാ? ആണ്ടേ ഒരു ഹായ് പറ. അപ്പോൾ ഗൈസ്, ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. കാരണം കുറേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാതിരുന്നിട്ട് ചെയ്തപ്പോഴത്തേന് തലയിലൊക്കെ എന്തോ ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നു ഗൈസ്. അത് അങ്ങനെയുള്ളതാണ്, നമ്മൾ ചെയ്യാതിരുന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. ഫസ്റ്റ് ടൈം ഞാൻ ജിമ്മിൽ പോയപ്പം എന്താണോ ഫീൽ ചെയ്തേ അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഇത് ആദ്യത്തെ ഒരു ദിവസത്തെ പ്രശ്നമാണ്. ഇത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നിർത്തുവാണ്. കാരണം ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നാളെ തിരുനെൽവേലിയിൽ പോകണം ഉമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ. അപ്പം കൈ പൊങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വർക്കൗട്ടൂടെ ചെയ്തിട്ട് ഇന്നത്തെ വർക്കൗട്ട് നിർത്തുന്നതായിരിക്കും. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് വീണ്ടും വർക്കൗട്ട് ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ചെയ്തിട്ട് നിർത്താം ഗൈസ്. അയ്യ ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആ ഡബിൾ ബാർ എന്ന് പറയുന്നത് ഞാൻ നീളമുള്ള സാധനം അതെടുത്തിട്ട് കറക്റ്റ് 25-30 എണ്ണം അടിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച് ക്യാമറ റെക്കോർഡിംഗ് ആണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ കണ്ടത് രണ്ടാമത്. അയ്യ ഗൈസ്, ഇന്നത്തെ
വർക്കൗട്ട് നിർത്താം. കാരണം എനിക്ക് നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. സോ ഇനി ചെയ്താൽ കയ്യിൽ നിന്ന് പോവും. എന്തായാലും ഉറപ്പായിട്ട് എനിക്കിനി വയ്യാണ്ടാവും. ഫസ്റ്റ് ഡേ അല്ലേ, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇത്രയെങ്കിലും ചെയ്തില്ലേ, ഇത്രയെങ്കിലും ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത്യാവശ്യം ഇന്നത്തെ ദിവസത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്, ന്യായമായിട്ടുള്ള വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിലും കുറച്ചുകൂടെ ടൈം നാളെ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ പയ്യെ 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 പഴയ ഒരു രീതിയിലെത്താം. എന്തായാലും വിചാരിച്ചത്ര ഷോക്കായിട്ടില്ല ഗൈസ്. നമുക്ക് ഉണ്ടോ, നമ്മുടെ ബോഡി അത്ര വീക്കൊന്നും ആയിട്ടില്ല. ചെയ്യാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് താഴെ പോയി ഉമ്മച്ചെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുട്ട പുഴുങ്ങി തരണമെന്നൊക്കെ. അപ്പോൾ ഫുഡും കുറച്ച് ശരിയാക്കണം. അങ്ങനെ കുറേ നോക്കി വെച്ച് ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. കൊള്ളാം, സന്തോഷമുണ്ട്. സോ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി താഴെ പോയി ഫുഡ് കഴിക്കാം ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് റിംഗ് ലൈറ്റ് സംഭവം. ഞാനിവിടെ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരം 2 തംബ്നെയിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ താഴത്തെ വീടിൻ്റെ താഴെ അപ്പുറത്തെ വീട്ടിൽ എന്നോട് നെയ്ബർ ഒരു കൊച്ചുണ്ട്. പുള്ളിക്കാർ നോക്കിയിട്ട് നീ ഇതെന്ത് തേങ്ങയടി കാണിക്കണം, ഞാനിങ്ങനെയൊക്കെ ഡമ്പലൊക്കെ പിടിച്ച് നിന്ന് പോസ്റ്റ് ചെയ്യായിരുന്നു. പോയി ആ കൊച്ചു നോക്കിയിട്ട് ഇവനിത് എന്ത് തേങ്ങ, ഇവന് പ്രാന്തായെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ അയ്യാ ഗൈസ്, കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇതൊക്കെ ഇനി കൊണ്ടുവെക്കാം. ഡമ്പലൊക്കെ എടുത്ത് വെച്ചു. അവർക്ക് ശേഷം വർക്കൗട്ട് ചെയ്തപ്പം എന്തൊന്നുമില്ലാത്തൊരു മനസ്സുഖം ഗൈസ്. ഞാൻ 2 കളർ സോക്സ് എനിക്ക് കിട്ടിയേ. ഇതാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, 2 സെയിം അല്ല. എന്നിലെരിഞ്ഞ് തുടങ്ങിയെത്തിക്കണേ, നെഞ്ചിനകത്ത് പറന്ന് പിടിച്ചത്. അയ്യോ അയ്യേ. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. തനിക്ക് വലിയൊരു ചുവടിയില്ല, മീനിപ്പത്തോ വലിയൊരു ശകലവും വെയിലത്ത് വെച്ച് മാ ഫുഡ് തായോ. പറഞ്ഞില്ലെന്നോ? ഒന്നില്ലേ? നൈസ്. 3 ഉള്ളോ? ഒരു 7-8 ആണല്ലോ ഞാൻ പ്രതീക്ഷിച്ച്. നാളെ ആവട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ അമ്മ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാവിലെ രാത്രി? ഗൈസ് 3 മുട്ട ഉള്ളു ഗൈസ്, കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ അല്ലേ, അതൊന്ന് ക്ഷമിച്ചു. ചെറിയ വർക്കൗട്ടിന് ചെറിയ മുട്ട. ഓക്കെ, ഞാൻ പോയി കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. തുറക്കടാ അലക്സ, ലൈറ്റ് ഓൺ. കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടില്ല, ഫ്രഷ് ആവാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചെയ്തതിൻ്റെ ക്ഷീണമാണ് ഗൈസ്, അതുകൊണ്ട് ഇരുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അന്നേരം കുറച്ച് ഛർദ്ദിക്കാൻ പോലെ വന്നു, പക്ഷെ അത് മാറി. നമ്മൾ ഇനി ചെയ്തിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയേനെ. ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ക്ഷീണം കൊണ്ടിരുന്നതാണ് ഗൈസ്, സോറി. അപ്പോൾ പോവാണ്. പോയിട്ട് വന്നിട്ട് മുझे മുട്ട പിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് മുട്ടയും ഒക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ പോയി കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. എന്തുകൊണ്ട്? ഹായ് പറ. എന്തേ ഫുഡ് എന്തേ? ഓക്കെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. 3 മുട്ട. ഇതെന്താ 2 പ്ലേറ്റ് ദോശ? ഓക്കെ, നമുക്കപ്പോൾ ദോശയും കടലക്കറിയും ചമ്മന്തിയും മുട്ടയും കഴിക്കാം. കടലക്കറിയൊന്നും ഞാനങ്ങനെ കൂട്ടാത്തതാണ്, പക്ഷെ നമുക്ക് ഹെൽത്തിന് വേണ്ടി നമ്മൾ കഴിക്കണം. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തു. നമ്മൾ രാത്രി പ്ലാൻ ചെയ്ത പോലെ തന്നെ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇന്ന് തൊട്ട് ചെയ്യാൻ പറ്റുമോ, ബ്ലോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. ചെയ്തിട്ട് ഇന്ന് തൊട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം ഇന്നലെ കിടന്നപ്പോൾ 2 മണി 2:45 എന്തോ ആയിട്ടുണ്ട്, 2:45 ആയി. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. രാവിലെ എണീറ്റു, പ്ലാൻ ചെയ്ത പോലെ തന്നെ വർക്കൗട്ട് ചെയ്തു, ഫുഡ് കഴിച്ചു. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ അടുപ്പിച്ച് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ചെറിയ കോണ്ടന്റ് ഷൂട്ട് ഇടാറുണ്ട്. അപ്പം ഞാൻ ഇന്നലെ നൈറ്റ് ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഒരു കോളേജിലെ ഒരു ഫീൽ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റയിൽ ഗ്രീൻ സ്ക്രീൻ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നൈസായി, അത് അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട് കിട്ടി. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുമോ ഇല്ലയോ അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത്. കാരണം നമ്മൾ ഷർട്ടൊന്നും അയൺ ചെയ്തില്ല. എന്ന് വെച്ചാൽ യൂണിഫോമൊക്കെ
നമ്മൾ അലിമാരിയിൽ നിന്ന് എടുത്ത കാരണം അത് മടക്കി വെച്ച കാരണം നല്ല ചുളുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളായി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയുടെ വീഡിയോയിൽ അറിയുന്നുണ്ട്. അത് മാത്രം ആ കോണ്ടന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഔട്ട് ഇറക്കാം. ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണെങ്കിലും എല്ലാവരും പറഞ്ഞത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഒന്ന് ഷർട്ട് ഒന്ന് അയൺ ചെയ്യായിരുന്നു, ID കാർഡ് യൂസ് ചെയ്യാനും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ID കാർഡ് യൂസ് ചെയ്തിട്ട് ഷർട്ട് അയൺ ചെയ്തിട്ട് ആ കോണ്ടന്റ് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ഫിറ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. അതായത് യൂണിഫോം ഇടണം, അത് അയൺ ചെയ്തിട്ട്. പിന്നെ ID കാർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഉള്ളൂ. ഞാനിപ്പോൾ പോയി യൂണിഫോം ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നെ കണ്ടിപ്പോൾ ഒരു സ്കൂൾ കുട്ടിയുടെ ലുക്കില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ സൺഗ്ലാസിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇവിടുത്തെ ഷോയ്ക്ക് വെച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷർട്ട് അയൺ ചെയ്യാൻ കുറച്ച് പാട് വിട്ടു പോയി. കാരണം ഇവിടെ അയൺ ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ ടേബിൾ ഫുള്ള് തുണിയും കാര്യങ്ങളും, പിന്നെ പ്ലഗ് പോയിന്റ് വേറെ അവിടെ പ്ലഗ് പോയിന്റ് ഒന്നും സെറ്റ് ആയില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് അത്തമ്മച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് തേച്ചുകൊണ്ടൊക്കെ വന്നു. പക്ഷെ കുഴപ്പമില്ല, സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡ്, ഇത് ഒരു 5 സെക്കൻഡ് ഷോട്ട് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ ചെയ്തപ്പോൾ ഇതുപോലെ ഷർട്ടിൻ്റെ ഒരു കാര്യത്തിൽ ചുളുക്കവും കാര്യങ്ങളും ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. പിന്നെ ID കാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്നതാണ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ 5 സെക്കൻഡ് ആയാലും 10 സെക്കൻഡ് ആയാലും മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അങ്ങനെ ഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് പണി വന്നു ഗൈസ്. നമ്മൾ ഷൂട്ടിന് വേണ്ടി ഔട്ട്ലുക്ക് മീഡിയയുടെ ഷൂട്ടിന് വേണ്ടി ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് സ്റ്റുഡിയോ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്, മെയിൻ ലൈറ്റായിട്ട്. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2-3 അതിൻ്റെ പാനൽ വർക്ക് ചെയ്യുന്നില്ല. 2-3 ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. 6 ലൈറ്റ് എന്തോ ഉണ്ട് അതിൽ 3 തന്നെ കത്തുന്നുള്ളൂ. നമുക്ക് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 2 മാസം എന്തോ ആവുന്നുള്ളൂ. കൊണ്ടുപോയി നോക്കണം. കടയിൽ കൊടുത്തിട്ട് നമുക്ക് കാര്യം പറഞ്ഞു നോക്കാം. അവർ മാറ്റി തരുമെന്നൊന്നും അറിയില്ല, തരേണ്ടതാണ്. കാരണം അത് വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയി, 2 മാസം 1.5 മാസം കൂടി ആയിട്ടുള്ളൂ. സോ അങ്ങനെയൊക്കെയാണ്. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. എടുത്തതിൽ കുഴപ്പമൊന്നുമില്ല, ഇനി എഡിറ്റിങ്ങിൽ എഡിറ്റൂടെ ചെയ്തിട്ട് സെറ്റാക്കി നോക്കാം. അപ്പം എന്തായാലും ഞാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോണ്ടന്റ് കൂടെ ഷൂട്ട് ചെയ്തു. അതാണ് ടീഷർട്ടൊക്കെ മാറിയത്. അപ്പോൾ 2 കോണ്ടന്റ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടും കിട്ടി, കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതൊക്കെയാണ് ഗൈസ്. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. കാരണം ഇന്ന് ഒരു ദിവസം ഇന്ന് തൊട്ടെങ്കിലും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ കറക്റ്റ് ടൈമിലെല്ലാം കഴിച്ചു. ഇത് ഞാൻ അറിയാണ്ടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി. അതാണ് ചെറുതായിട്ട് ഒരു 10-25-30 മിനിറ്റ്. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ചോറുണ്ടത് 3:30-ക്കാണ്. ചായ കുടിച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നത് ഗൈസ് ഭയങ്കര ക്ഷീണമുണ്ട്, നല്ല ഉറക്കം കൊണ്ട് ശരിയാവണില്ല. ഇങ്ങനെ ഒരുമാതിരി ഉറക്കം തൂങ്ങിയാണ് നടക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ കണ്ണടഞ്ഞിറങ്ങി വരുവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പോയി ഇനി വീഡിയോ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോയി സെറ്റാക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്ളോഗല്ലേ, അപ്പോൾ അത് കേട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എടുത്ത വിഷ്വൽസ് അല്ലല്ലോ വീഡിയോ ക്ലിപ്സ് ഇതിലോട്ട് കയറ്റിയിട്ടുണ്ട്, ലാപ്പിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് അലൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇതുകൂടെ കയറ്റിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് തംബ്നെയിലൂടെ സെറ്റ് ചെയ്തിട്ട് നാളെ ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഇറക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഇറക്കാം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. വൈകുന്നേരം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട്. സോ നമുക്ക് എന്തായാലും എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, എൻ്റെ റൂമിൻ്റെ ഫുൾ ഒരു വീഡിയോ എടുക്കണം എന്ന് പറയാൻ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാധാ വ്ളോഗ് പോലെ അത് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം എൻ്റെ സ്മാർട്ട് റൂമാണ്,
റൂമിലെ എല്ലാ കാര്യങ്ങളും സ്മാർട്ടും കാര്യങ്ങളും അലക്സ കൺട്രോൾ. അപ്പം എനിക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ മേടിച്ച പ്രൊഡക്റ്റിൻ്റെ കാര്യമാണെങ്കിലും ഓരോന്ന് സെറ്റ് ചെയ്തതിൻ്റെ ഒരു സ്റ്റോറി ആണെങ്കിലും ഒക്കെ പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും, സെറ്റാക്കാം. നമ്മളത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. റൂമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പരിപാടിയൊക്കെ അവതാരണെ പോലെ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ SFX കൂടെ ഉള്ളൂ ഞാൻ ആഡ് ചെയ്യാൻ, അതായത് സൗണ്ട് എഫക്ട്സ് കൂടെ ഉള്ളൂ ആഡ് ചെയ്യാൻ. ബാക്കിയെല്ലാം സെറ്റാക്കി. പിന്നെ ഇപ്പോൾ എടുക്കുന്ന ഒരു ക്ലിപ്പ് കൂടെ ഔട്ട്രോയും കൂടെ ആഡ് ചെയ്താൽ ബേസിക് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സംഭവം എനിക്ക് ഇപ്പോൾ 2.25 മണിക്കൂറാണ്. ഇപ്പം ടൈം 9:30 ആവുന്നു. ഞാൻ ഏതാണ്ട് 7 മണി കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് ഇരുന്നേന്ന് എനിക്ക് തോന്നുന്നു. 8, 9 ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു ഫീൽ ചെയ്തില്ല ഗൈസ്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഒന്നും അറിയത്തില്ല. കാരണം അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് എഡിറ്റിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിക്കാറില്ല. സോ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് ഈ ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ആയി. പിന്നെ തമ്മിലൂടെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ വ്ളോഗ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാക്കണം ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എഫേർട്ട് നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. അപ്പം കഷ്ടപ്പാട് കാരണം സപ്പോർട്ട് ചെയ്യണമെന്നല്ല, വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റയിൽ ഇടുന്നതാണെങ്കിലും റീൽസ് ആണെങ്കിലും യൂട്യൂബിൽ ഷോർട്സ് ആണെങ്കിലും വ്ളോഗ് ആണെങ്കിലും ഞാൻ ഇടുന്ന കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണോ, എന്തെങ്കിലും എനിക്ക് കറക്ഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക. തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാനത് എക്സ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ലവ് യു ഗൈസ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ.